കോതമംഗലത്ത് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപത്തെ വിശാലമായ പുൽത്തകിടിക്ക് മഴക്കാലത്ത് പ്രത്യേക സൗന്ദര്യമാണ്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ ഈ പ്രദേശം മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടറിഞ്ഞ് വാരാന്ത്യങ്ങളിൽ നിറയെ സഞ്ചാരികളാണ് ഇവിടെ വരുന്നത്. സ്വിറ്റ്സർലൻഡിൻ്റെ മനോഹാരിത ഓർമ്മിപ്പിക്കുന്ന സുന്ദരമായ ഗ്രാമപ്രദേശമാണ് തട്ടേക്കാടുള്ളത്. വനമേഖലയും പെരിയാറിൻ്റെ ശാന്തമായ ഒഴുക്കും കോടമഞ്ഞും ഒത്തുചേരുമ്പോൾ ഇവിടം സഞ്ചാരികൾക്ക് മനോഹരമായ അനുഭവം സമ്മാനിക്കുന്നു. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗമായ ഈ പ്രദേശം ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതോടെയാണ് അതിമനോഹരമായ പുൽമേടായി മാറിയത്. വിശാലമായി പരന്നു കിടക്കുന്ന പച്ചപ്പും അതിലൂടെ ഒഴുകുന്ന ചെറിയ അരുവികളും കോടമഞ്ഞ് പുതച്ച മലനിരയും യാത്രക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു. ശരിക്കും ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതം കാണാൻ വന്നതാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെയുള്ള സ്ഥലത്തെക്കുറിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരു മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന പേര് അനർത്ഥമാക്കുന്ന പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫോട്ടോ എടുക്കാനും ചെറിയ വെള്ളച്ചാട്ടവും അരുവിയൊക്കെ പോലെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം കാണുന്ന ആളുകൾ ഇതും കൂടെ കണ്ടാലാണ് ഈ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ അത് കറക്റ്റ് ആവുള്ളൂ എന്ന് ഞാൻ പറയും. എക്കോ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമാണിതെന്നും സന്ദർശകർ മാലിന്യം വലിച്ചെറിയാതെ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ പ്രകൃതി സൗന്ദര്യം സംരക്ഷിക്കണമെന്നും നാട്ടുകാർ അഭ്യർത്ഥിക്കുന്നു. ഇത് നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ്. അനേകം ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും എക്കോ ടൂറിസം പോലെ അതിമനോഹരമായി ഇതിനെ പരിപാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മാത്രമല്ല ഇവിടുത്തെ പുല്ലുകളും പുൽമേടുകളും എല്ലാം നശിക്കാനോ അല്ലെങ്കിൽ അതിനൊരു കേടുപാട് പറ്റുന്ന പ്രവൃത്തികളോ ഒന്നും നമ്മൾ മാനുഷികമായി ചെയ്യരുത്. കോതമംഗലത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന് സമീപത്തെ ഈ പുൽമേട്ടിലെത്താം. പ്രകൃതി സ്നേഹികളുടെയും ഫോട്ടോഗ്രാഫി പ്രേമികളുടെയും പ്രധാന ആകർഷണമായി മാറിയ ഈ പ്രദേശത്ത് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ചില അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കേണ്ട ആവശ്യകതകളുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.